താങ്കൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ് ആർ വി ബാബുവും അഡ്വക്കേറ്റ് അനിൽ വിളയിലും ഇവിടെ സൂചിപ്പിക്കുന്നത്. താങ്കളെ ഒരു ടൂളാക്കി മാറ്റുകയായിരുന്നു സർക്കാർ എന്ന് തന്നെയാണ് ഈ പരാമർശം തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രനും പറഞ്ഞിട്ടുള്ളത്. അല്ല, അഡ്വക്കേറ്റ് അനിൽ അദ്ദേഹം ഒരു വക്കീലല്ലേ. മിനിമം മര്യാദ എന്ന് പറയുന്നത് പാലിക്കേണ്ടതാണ്. ഒരു സ്ത്രീയെ, ഞാനും ഒരു അഡ്വക്കേറ്റ് ആണ്, ഒരു സ്ത്രീയെ ജീപ്പിൽ കിടത്തിക്കൊണ്ട് പോയി എന്നൊക്കെയാണ് വന്ന് പറയുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താന് എന്നെ കയറ്റിക്കൊണ്ട് പോയി എന്നൊരു പ്രേമേന്ദ്രൻ പറഞ്ഞെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രേമേന്ദ്രൻ പറഞ്ഞെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേര് ഡയറക്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രേമേന്ദ്രൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പ്രേമചന്ദ്രനോ ഏതെങ്കിലും ചന്ദ്രനോ പറഞ്ഞോട്ടെ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അഡ്വക്കേറ്റായ താങ്കൾ? ഞാനത് കോട്ട് ചെയ്യാനുള്ള അധികാരമൊക്കെ എനിക്കുണ്ട് നിയമപ്രകാരം. കോട്ട് ചെയ്തതാണ്. ഈ ചർച്ച അവതരിപ്പിക്കുന്ന ശ്രീ അഭിലാഷ് പോലും അത് കോട്ട് ചെയ്തല്ലോ. പിന്നെ എനിക്ക് എന്താണ് കോട്ട് ചെയ്താല്? അതിൽ ശ്രീമതി ബിന്ദു അമ്മണി അദ്ദേഹത്തിന്റെ പരാമർശം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ തന്റെ സ്വന്തം പ്രതികരണം എന്ന മട്ടിലല്ല പറഞ്ഞത്. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെ തന്നെയാണ് കോട്ട് ചെയ്തത്. അത് കോട്ട് ചെയ്യുമ്പോൾ ഒരു വക്കീലായ ഒരാൾക്ക് ഒരു ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. അങ്ങനൊന്നുമില്ല. ഒരു വക്കീലായ ആള് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിലുപരി അയാൾ ഒരു വക്കീലാണ്. ആ വക്കീലിന് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദ പാലിച്ചു തന്നെയാണ് ചെയ്തത്. ബിന്ദു അമ്മണിയുടെ അതല്ലല്ലോ, ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. കോട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. ഇത്തരത്തിലെ ആരോപണങ്ങൾ അയാൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഞാൻ ശബരിമലയിൽ നിന്ന് ഇറങ്ങി വന്ന ആദ്യം പങ്കെടുത്ത പരിപാടി യുക്തിവാദികളുടെ പരിപാടിയല്ല. ഞാൻ പങ്കെടുത്തത് ആർപ്പോ ആർത്തവം എന്ന പ്രോഗ്രാമിലാണ്. ആർപ്പോ ആർത്തവത്തിൽ എന്താണ് തെറ്റ്? ഒരു കുഴപ്പമില്ല. സ്ത്രീകൾ എംപവർ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. 2019 സ്വതന്ത്ര ലോകം കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിന്റെ പരിപാടിയിൽ ബിന്ദു അമ്മണി പങ്കെടുത്തിട്ടുണ്ട്. ഫ്രീ തിങ്കേഴ്സിന്റെ പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവാം. താങ്കൾ പറഞ്ഞത് വിശ്വാസി അല്ല എന്നുള്ളത് തന്നെ പറഞ്ഞുള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. ബിന്ദു അമ്മണിയോട് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സ്വതന്ത്ര ലോകം മാത്രം നടത്തിയ പരിപാടിയല്ല ആർപ്പോ ആർത്തവം എന്നുള്ളത്. സ്ത്രീകൾക്കെതിരായ വിവേചനത്തിനെതിരായിട്ട് ആർത്തവവുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരിപാടിയാണ്. തീർച്ചയായിട്ടും ആർത്തവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വിലക്കുള്ളത്. അപ്പൊ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായി പങ്കെടുത്തത്. താങ്കൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കരുത്. അതുപോലെ തന്നെ ഇവിടെ RSS വക്താവായ RSSന്റെ പ്രധാനപ്പെട്ട ഒരാളായ ബാബു സാർ പറയണ്ടായി, എന്തൊക്കെയാണ് നിങ്ങൾ വന്ന് പറയുന്നത്? എന്നെ CPM കയറ്റിയതാണെന്നോ? എങ്ങനെയാണ് CPM എന്നെ കയറ്റാൻ പറ്റുക? താങ്കൾ തന്നെ പറയുന്നുണ്ട് എന്റെ പ്രീവിയസ് ആയിട്ടുള്ള എന്റെ പൊളിറ്റിക്കൽ ഇതിനെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും പറയുന്നുണ്ട്. ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ നടത്തിയ കലാപം, ആ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് എന്നെ പോലെയുള്ള ആളുകൾക്ക് ശബരിമലയിൽ പോകണമെന്ന തോന്നൽ പോലും ഉണ്ടാകുന്നത്. ഇവിടെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പാവയല്ല ഞാൻ. CPMന്റെ ടൂളല്ല ഞാൻ. CPMന് അതിന് ഇഷ്ടംപോലെ മെക്കാനിസം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ സംഘടനയെ, മഹിളാ സംഘടനയെ കയറ്റിയ പോയായിരുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കയറുന്ന ഒരാളല്ല ഞാൻ. ബിന്ദു അമ്മണി എന്ന് പറയുന്ന എനിക്ക് എന്റേതായ വ്യക്തിത്വമുണ്ട്. ഇവിടെ നിങ്ങൾ ഭീമാർമയിൽ ഞാൻ അതിൽ സപ്പോർട്ട് ചെയ്തെങ്കിൽ എന്താണ് തെറ്റ്? ഇന്ത്യയിലെ ദളിതരെ ഐക്യപ്പെടുത്തിക്കൊണ്ട് ദളിതർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഉള്ള മൂവ്മെന്റുകളിൽ ഞാൻ ഭാഗമാണ്. നിങ്ങൾ ദളിതരെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ തയ്യാറല്ല. ഞങ്ങളെ പോലെയുള്ള ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ തയ്യാറല്ല. ഇവിടെ സമൂഹത്തിൽ ഞങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ എറിഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു കുറ്റകൃത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടെ ചരിത്രപരമായി സൃഷ്ടിക്കപ്പെട്ട ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയെ തള്ളിക്കളയുന്ന നിലപാടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മനുസ്മൃതി വീണ്ടും ഭരണഘടനയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ചുകൊണ്ട് പരസ്പരം ആക്രമിക്കാൻ, ഞങ്ങളുടെ തല എറിഞ്ഞു പൊളിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. സ്ത്രീകളെ, മെൻസ്ട്രേറ്റിംഗ് ഏജിലുള്ള സ്ത്രീകൾ ശബരിമലയിലേക്ക് പോയാൽ അവരുടെ തല എറിഞ്ഞു പൊളിക്കണം, അവരെ കൊല്ലണമെന്ന് പറയുന്ന കൊലവിളി നടത്തുന്ന ആളുകളാണ് അവർ. അത്തരം പ്രസ്ഥാനങ്ങളുടെ വക്താക്കളാണ് നിങ്ങൾ രണ്ടുപേരും. തീർച്ചയായും ശ്രീമതി ബിന്ദു അമ്മണി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു താങ്കളും ഒരു അഭിഭാഷക ആണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അത്തരം പരാമർശങ്ങൾ, അതായത് തലയെറിഞ്ഞ് പൊട്ടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞത് ആരാണ്? തലയെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച ആളുകളുടെ വക്താക്കളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളടക്കം, എന്റെ അടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഓട്ടോ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ ഇത് വെറുതെ പറയില്ല.
തെളിവുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ. എത്ര പ്രാവശ്യമാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ഞങ്ങളെ കൊല്ലാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ല, ഒന്ന് തീർച്ചയായും സംസാരിക്കുക. താങ്കൾ ഈ പറഞ്ഞത് ശരിയാണ്. ആ അവരുടെ വിഷ്വലും ഉത്തരം നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. താങ്കൾ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അതിനോടൊന്നും വിയോജിപ്പില്ല. നേരത്തെ അഡ്വക്കേറ്റ് അനിൽ വെളിയിൽ സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ പരാമർശങ്ങൾ നടത്തി പോവുകയല്ല, തെളിവുകൾ വേണം, ഫാക്റ്റുകൾ വേണമെന്നാ. അതുകൊണ്ട് താങ്കൾക്കും സംസാരിക്കാം. ഞാൻ അതിനെയല്ല കേട്ടോ ചോദ്യം ചെയ്തത്. താങ്കളോട് ഇപ്പോഴും ചോദിച്ചത് ഇവർ വക്താക്കൾ എന്ന് പറയുമ്പോൾ അതിന് താങ്കൾക്കും ഫാക്ട് വേണമല്ലോ എന്നതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അത് ഫാക്ട് ഞാൻ തന്നെ തെളിവാണ്. ഞാൻ വിക്ടിമാണ്. എന്നെ ആക്രമിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഞാൻ ഡയറക്റ്റ് അതിന് എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അതിനകത്ത് പോലീസ് കേസ് ഉണ്ട്, ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. തെളിവില്ലാതെ വെറുതെ പറയല്ല, കേട്ട് പറയല്ല, ഹിയർല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ട അടിസ്ഥാനത്തിൽ പറയല്ല. ഡയറക്റ്റ് ആയിട്ടുള്ള വിക്ടിമാണ് ഞാൻ. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? കുമാർ കൂടി ശരി, വളരെ പെട്ടെന്ന് എനിക്ക് അനിൽകുമാറിലേക്ക് പോകണം. അനിൽ വിളി ഒരു സെക്കൻഡ്, ഞാൻ ചർച്ച ചെയ്ത് ഇറങ്ങാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ശ്രീമതി ബിന്ദു അമ്മണി എപ്പോൾ പറഞ്ഞാലും ചർച്ചകളിലൊക്കെ തന്നെ മനുസ്മൃതി തുടങ്ങിയ വാക്കുകൾ എടുത്ത് അങ്ങ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ശബരിമലയിലേക്ക് വരുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ ഭാരതത്തിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വനിതയാണ്. ആരാണ് ബിന്ദു അമ്മണി പറയട്ടെ. അത്തരത്തിൽ വിശ്വാസികളായിട്ടുള്ള ഏതാൾക്കാർക്കും ശബരിമലയിലെ തന്റെ ഇടത്തോടു കൂടി അവിടെ വന്ന അയ്യപ്പ ഭഗവാനെ കാണാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്, ഒരു സംസ്കാരമാണ്. ബിന്ദു അമ്മണിയുടെ മുൻകാല ചെയ്തികളും ബിന്ദു അമ്മണിയുടെ ശബരിമലയ്ക്ക് സന്ദർശനത്തിന് ശേഷമുള്ള പിൻകാല ചെയ്തികളും ഒക്കെ ഒരു പൊതുസമൂഹം അംഗീകരിക്കുന്നതല്ല. ബിന്ദു അമ്മണി വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ പോയിരുന്നു എങ്കിൽ കറക്റ്റ് ആയിരുന്നു. ശ്രീ RV ബാബു സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്തിന്റെ പുറത്താണ് പോയതെങ്കിലും തടയുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഓരോ ഭക്തന്റെയും സ്വാഭാവികമായ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒക്കെ ചെയ്താൽ അത് പെയ്ഡാണ്. ഇവിടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം ആൾക്കാർക്കൊക്കെ 1000 2000 രൂപ കൊടുത്തുകൊണ്ട് ബിന്ദു അമ്മണിയെ തടയാൻ നിർത്തിയിരിക്കുകയാണെന്നൊക്കെയുള്ള വിഡ്ഢിത്തം കേൾക്കാനും മാത്രമുള്ള ഒരു നിലവാര തകർച്ച കേരളത്തിലെ ആൾക്കാർക്ക് ഉണ്ടായോ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അങ്ങനൊന്നുമല്ല. സ്വാഭാവികമായും തെരുവിലേക്ക് ഇറങ്ങാൻ ആൾക്കാരെ ഇറക്കിയതിന്റെ പ്രധാനപ്പെട്ട വ്യക്തി ബിന്ദു അമ്മണിയാണ്. ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, CPM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ കയ്യിലെ വെറും ചട്ടുക മാറുകയായിരുന്നു ബിന്ദു അമ്മണിയും രഹന ഫാത്തിമ കൂടെയുള്ള വ്യക്തികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ആക്ടിവിസ്റ്റുകളാണ്. അവർക്ക് വിവാദങ്ങളിൽ കൂടെ എപ്പോഴും പേരും പ്രശസ്തിയും ഉണ്ടാകുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എന്തുകൊണ്ടാണ് ബിന്ദു അമ്മണി എനിക്ക് ഇതേപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിക പള്ളിയിൽ ഒന്ന് കയറണം എന്ന് പറയാനുള്ള ധൈര്യവും തന്റെ ഇടവും ബിന്ദു അമ്മണിക്കുണ്ടോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. അതൊരു കാര്യം. ഇവിടുത്തെ ഹിന്ദുവുമായി ബന്ധപ്പെട്ട് ഏത് ആചാരാനുഷ്ഠാനത്തിന്റെ മണ്ടയ്ക്കും കയറാന് ബിന്ദു അമ്മണിക്ക് സ്വാതന്ത്ര്യമുള്ള നാടാണ്. പക്ഷെ ഒരു ഇസ്ലാമിക വിഭാഗത്തിലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒന്ന് വാദിക്കാനോ മുസ്ലിം പള്ളിയിൽ പോയി മുസ്ലിം പള്ളിക്ക് അകത്തൊന്ന് കയറണമെന്നുള്ള ഒരു ആവശ്യമെങ്കിലും ബിന്ദു അമ്മണിക്ക് ഉന്നയിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും 2 മുസ്ലിം പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട്? അതൊന്നും പാടില്ല. ഇവിടെ ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് എന്ത് കയറുന്ന ആക്ടിവിസ്റ്റ് ആണ് ഞാൻ എന്ന രീതിയിലുള്ള ചർച്ചയൊന്നും ശരിയല്ല. ഞങ്ങൾ ആരെയും കൊലയ്ക്ക് കൊടുക്കാനോ തേങ്ങായ്ക്ക് എറിയാനോ ഒന്നും ആഹ്വാനം ചെയ്തിട്ടില്ല. ബിന്ദു അമ്മണി അഡ്വക്കേറ്റ് ആണെന്നാണ് പറയുന്നത്. ബിന്ദു അമ്മണി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞു, ബിന്ദു അമ്മണി പറഞ്ഞിരിക്കുന്നത് 100% വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കയ്യടി നേടാൻ വേണ്ടി മനുസ്മൃതി, സ്ത്രീ സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ബിന്ദു അമ്മണി ഈ രാജ്യത്തെ ഈ ലിംഗഭേദം അനുസരിച്ച് ബുദ്ധിമുട്ടുന്ന, ഭരണഘടന അനുശാസിക്കുന്ന സ്ത്രീ സമത്വം ഇല്ലാത്ത ഇസ്ലാമികരായിട്ടുള്ള വിശ്വാസികൾ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി കൂടി ബിന്ദു അമ്മണി ഒന്ന് നാക്കുയർത്തണം, വായൊന്ന് പൊളക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശബരിമലയിൽ പോയി എന്ന് പറഞ്ഞ് ഹോട്ടലിൽ നിന്നുള്ള പിക്ചർ അടക്കം പ്രചരിച്ചല്ലോ. നിങ്ങൾ അതെന്താ പ്രശ്നം ഉണ്ടാക്കാത്ത? കെ സുരേന്ദ്രൻ അങ്ങനെ ആകാമോ? കെ സുരേന്ദ്രൻ ബീഫ് കഴിക്കുന്ന, ഹോട്ടലിൽ നിന്ന് ബീഫ് കഴിക്കുന്ന ഫോട്ടോസ് ശബരിമലയിലേക്ക് പോകുന്നതിനിടയിൽ പ്രചരിച്ചിരുന്നു. അങ്ങനെ പ്രചരിച്ചതൊക്കെ വ്യാജമായ സൃഷ്ടിയാണ്. കെ സുരേന്ദ്രൻ അടിയുറച്ച അയ്യപ്പ വിശ്വാസി തന്നെയാണ്. ഏതെങ്കിലും ഒരു സാധനം തിന്നുന്ന പടം കാണിച്ചിട്ട് അത് ബീഫാണ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സുരേന്ദ്രന് തികഞ്ഞ അയ്യപ്പ വിശ്വാസി തന്നെയാണ്. അദ്ദേഹം ബീഫ് കഴിച്ചിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ശ്രീ പ്രേമേന്ദ്രനെതിരെ കേസ് കൊടുക്കുകയോ വക്കീൽ നോട്ടീസ് അയക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചെലവൊന്നുമില്ലല്ലോ, അഭിഭാഷകയാണെന്നല്ലേ പറയുന്നത്. 2019 തൊട്ട് പ്രേമേന്ദ്രൻ കൃത്യമായി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തെളിവുണ്ടാകാം. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ.
അത് UDF നടത്തിയ അയ്യപ്പ സംഘമൊക്കെ തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ പ്രേമചന്ദ്രൻ പറഞ്ഞ കാര്യം 100% സത്യമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങൾ അതിനെതിരെ പോരാടുക തന്നെ വേണം. ഞാൻ വരാം